ഉസ്താദിനെതിരെ വർഗീയ വിദ്വേഷം തുപ്പിയ ചാണകസംഖി. ഉസ്താദിനെ കുണ്ടൻ എന്നാണ് ആ ചാണകസംഖ്യ വിളിച്ചത്. അപ്പോൾ ആ ചാണകസംഖ്യക്ക് വളരെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ഒരു ഹൈന്ദവ സഹോദരൻ. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ചങ്ങായിമാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ചാണക സംഖ്യയെ കുറിച്ചാണ്. സംഘപരിവാറിന് എതിർത്ത് ആരെന്ത് പറഞ്ഞാലും അവരൊക്കെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു ചാണക സംഖ്യയെ കുറിച്ച്. അവന്റെ ചാനലിന്റെ പേര് അനന്തപുരി വ്ളോഗ്സ്, അങ്ങനെ എന്തോ ആണ്. അവന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അവന്റെ DP ഉണ്ടല്ല, ആ ചാനലിന്റെ DP ദൈവത്തിന്റെ DP ആണ്. ആ ദൈവത്തിന്റെ DP വെച്ചിട്ടാണ് അവന് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത്. അവന്റെ വീഡിയോ ഉണ്ടല്ല, പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അവൻ ഉപയോഗിക്കുന്ന ആ വൃത്തികെട്ട വാക്കിലെ ആ വൃത്തികെട്ട വാക്ക് ഞാൻ ഇവിടെ വന്ന് കേൾപ്പിക്കണല്ലോ. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു നാണക്കേടുള്ളത് കൊണ്ടാണ് ഞാൻ അവന്റെ വീഡിയോ തൽക്കാലം ഒഴിവാക്കി വിട്ടത്. പക്ഷെ ഈ ചങ്ങായി ഉണ്ടല്ല, ഇന്നലെ ശോഭാ സുരേന്ദ്രൻ ഒരു ഉസ്താദ് വിമർശിച്ചനി ആ ഉസ്താദിനെ വൃത്തികെട്ട രീതിയിൽ കേട്ടാൽ അറപ്പുള്ളവാക്കുന്ന രീതിയിൽ തന്നെ ഈ വാട്ടാവളിയ സംഖ്യ സംസാരിച്ചു. ആ ഉസ്താദ് ഉണ്ടല്ലോ, ശോഭാ സുരേന്ദ്രനെ വിമർശിക്കുമ്പോൾ എവിടെയും ഒരിക്കൽ പോലെ വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ചില്ല. അദ്ദേഹം ആൾക്കാരെ ചിരിപ്പിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ചെയ്തത്. പക്ഷെ എന്താണെന്നറിയ, ഈ ചാണക സംഖ്യ ഉണ്ടല്ല, പ്രോ മാക്സ് ചാണക സംഖ്യക്ക് അത് തീരെ പിടിച്ചില്ല. എന്തായാലും ആ വൃത്തികെട്ട വേട്ടാവളിയൻ സംഖ്യയുടെ വീഡിയോ ഞാൻ ഇവിടെ വെക്കാം. അതിന് പല വാക്കുകളും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പരമാവധി കേൾപ്പിക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നുള്ളൂ. എന്തായാലും ആ വേട്ടാവളിയൻ സംഖ്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം. ആ വീഡിയോ കാണിക്കുന്ന മുമ്പ് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കേരളത്തിൽ BJP MLA മാർ ഉണ്ടായിരുന്നു എങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള സംഭവിക്കില്ല എന്ന് ശോഭ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് ഒരു മറുപടിയുമായി ഒരു കുണ്ടൻ മദ്രസ, ആ കുണ്ടൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ആദ്യം കേൾക്കണം. കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. എന്തായാലും 2026 ആയപ്പോൾ നമ്മുടെ ചേച്ചി ഒരു സത്യം പറഞ്ഞു, സമാധാനമായി ഉള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ചേച്ചി പറയേണ്ടത്. BJP MLA മാർ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള സംഭവിക്കില്ലായിരുന്നു എന്ന് ഉറപ്പാണ്. സത്യമാണ് പറഞ്ഞത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ലായിരുന്നു. കാരണം എന്ത്? ശബരിമല ഉണ്ടാവില്ല. ഇതാണ് കുണ്ടന്മാരിൽ ഇവന് ശരിക്കും പറഞ്ഞാൽ അവാർഡ് കൊടുക്കണേ. എല്ലാ ചാണക സംഖ്യ, നീ ഇടക്കിടക്കല്ല ഉസ്താദിനെ ഉണ്ടാന്ന് വിളിക്കുന്നുണ്ടല്ല. നിന്റെ ശാഖയിൽ വെച്ചിട്ട് അമ്മാതിരി ഹുണ്ട പണിയെടുത്തിട്ട് ഒരു പാവം കുറച്ചു കാലം മുന്നേ ആത്മഹത്യ ചെയ്തത്. ആ പണിയെടുത്ത വൃത്തികെട്ട RS-കാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും അതിൽ സങ്കടപ്പെട്ടിട്ട് സ്വന്തം ജീവൻ കളഞ്ഞ ആ പാവത്തിനെ നിങ്ങൾ വൃത്തികേട് പറയുകയല്ലേ ചെയ്തത്. അതായത് നീയും നിന്റെ വൃത്തികെട്ട സംഖ്യകളും ചെയ്യുന്ന പണിയുണ്ടല്ല, നീ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുപോയി ഇടാൻ നോക്കല്ല കേട്ടോ. അതായത് നിന്റെയൊക്കെ ശാഖയിൽ വെച്ചിട്ട് വൃത്തികെട്ട ഹുണ്ട പണിയെടുത്ത ആ വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്ന നീയൊന്നും വേറൊരാളെ വിമർശിക്കാൻ വേണ്ടിട്ട് വളർന്നിട്ടില്ല ചാണക സംഖ്യ. പിന്നെ ഉസ്താദ് പറഞ്ഞാൽ എന്ത് തെറ്റാണുള്ളത്? സംഖ്യകളുടെ കയ്യിൽ അമ്പലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അമ്പലങ്ങൾ കാണാനേ ഉണ്ടാവില്ല. ഇനി കാണുന്ന അമ്പലങ്ങളിലാണെങ്കിൽ സവർണ സംഖ്യക്കല്ലാണ്ട് സാധാരണ ഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനം ഉണ്ടാവില്ല. അതായത് ദളിതന്മാരായ ഹിന്ദുക്കൾക്ക് ആ അമ്പലങ്ങളിൽ പ്രവേശനമേ ഉണ്ടാവില്ല. അത്തരം വൃത്തികേടൊക്കെയല്ല നിങ്ങൾക്ക് BJPക്ക് ഭരണം കിട്ടിയ ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് യാതൊരു തെറ്റില്ല. നീ വേണം കണ്ടില്ല സവർണ സംഖ്യക്ക് എന്ത് പണി എടുത്തു കൊടുത്തോ. പക്ഷെ എല്ലാ ഹിന്ദുക്കളെയും നിന്നെപ്പോലെ സവർണ സംഖ്യക്ക് വേണ്ടി എന്ത് പണിയെടുക്കുന്ന ആൾക്കാരായിട്ട് കാണേണ്ട ഘട്ട സംഖ്യ. നമുക്ക് ഈ ചാണക സംഖ്യ പറഞ്ഞ അടുത്ത കാര്യങ്ങൾ കൂടി കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമാവധി ഇവൻ പറഞ്ഞ വൃത്തികേട് കട്ടാക്കിയിട്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത്. വാ. ഒരാളും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല BJP വന്നാൽ അമ്പലം കാണില്ല എന്നുള്ളത്, RSS വന്നാൽ അമ്പലം കാണില്ല എന്നുള്ളത്. ഏത് രാഷ്ട്രീയക്കാർക്കും അറിയാം, സംഘടനാ ബേസിൽ RSSും BJPയും ഹിന്ദു വിശ്വാസങ്ങളെ സംരക്ഷിക്കാനാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവന്മാര് പലയിടത്തും ഇടിച്ചു കയറി വെച്ചിരിക്കുന്ന മദ്രസകളും പള്ളികളും ഇവിടെ BJP കയറി വന്നാൽ അനധികൃതമായി പിടിച്ചെടുത്ത എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് നീക്കം ചെയ്യും. പലയിടത്തുനിന്ന് നീക്കം, ഇന്ത്യയിൽ നിന്നേ നീക്കം ചെയ്യാണ്. അനുവാദപ്പെട്ട അധികാരപ്പെട്ട ആ വസ്തുക്കളിലല്ലാതെ അതിക്രമിച്ച് കയറിയ ഈ കോൺഗ്രസും ഭരിച്ചിരുന്ന സമയത്ത്, കമ്മ്യൂണിസ്റ്റ് ഭരിച്ച സമയത്ത് വോട്ടിന് വേണ്ടി യോമാർക്ക് കണ്ണടച്ച് വെട്ടിപ്പിടിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത എല്ലാ സ്ഥലത്തു നിന്നും ഇപ്പൊ എടുത്തു മാറ്റുകയാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നിനക്ക് അത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ മദ്രസകൾ ഇല്ലാതാക്കാൻ വേണ്ടി നിന്റെ ചാണക സംഖ്യയും കൂട്ടിട്ട് പോവാ. നിന്റെയൊക്കെ മുന്നിൽ അതിനെതിരെ നിന്റെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളായിരിക്കില്ല, ഈ കേരളത്തിലുള്ള അന്തസ്സുള്ള ഹിന്ദുക്കളായിരിക്കും നിന്റെയൊക്കെ ആ മദ്രസകളുടെ മുന്നിൽ നിന്ന് എട്ടപ്പാള ഓട്ടം ഓടിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. നീയൊക്കെ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ആ ഓടി വഴിയിലുണ്ടല്ല പുല്ലുവരെ മുളക്കൂല ചാണക സംഖ്യ. നീയും നിന്റെ ചാണക സംഖ്യകളും ഉത്തരേന്ത്യയിലേക്ക് അംഗീകാരം ഉണ്ടായിട്ടും മദ്രസകളും പള്ളികളൊക്കെ പൊളിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടല്ല ആ വൃത്തികെട്ട പരിപാടിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട കേട്ടാ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ല നീ സ്വപ്നത്തിൽ പോലും കേരളത്തിൽ നടക്കുന്നു വിചാരിക്കണ്ട. പിന്നെ നീ പറഞ്ഞു ഇവിടുത്തെ അമ്പലങ്ങളെല്ലാം നിലനിൽക്കുന്നത് സംഘികൾ നിങ്ങൾ BJPക്കാർ ഉള്ളത് കൊണ്ടാണെന്ന്. നീ ഉണ്ടല്ല ഉത്തരേന്ത്യയിൽ വാരാണസിയിൽ നിന്റെ മോദിജിന്റെ നാട്ടിലുണ്ടല്ല, അവിടെ അദാനിക്ക് വേണ്ടി സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി എത്ര അമ്പലങ്ങളാണ്, നൂറുകണക്കിന് അമ്പലങ്ങളാണ് പൊളിക്കുന്നത്. ആ വാർത്തയൊക്കെ ഒന്ന് കേട്ടിട്ട് വാകട്ടാ. അവിടേക്കുണ്ടല്ലോ ഇപ്പം BJPക്കാരും അവിടുത്തെ ഹിന്ദു സന്യാസിമാരടക്കം BJPക്കാർക്ക് എതിരെയാണ് ചാണക സംഖ്യ. അപ്പോഴാണ് നീ ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പച്ച കള്ളം പറഞ്ഞത് BJP ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന്. BJP ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, ഒരു ഹിന്ദുവിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള പാർട്ടിയാണ് BJP. ആ ഹിന്ദുവിന്റെ പേരെന്നറിയാം, അദാനി. ആ ഹിന്ദുവിന് വേണ്ടി BJP എന്ത് വേണമെങ്കിലും ചെയ്യും. നമുക്കെന്തായാലും ഈ ചാണക സംഖ്യ പറഞ്ഞ അവസാനത്തെ കുറച്ച് വൃത്തികേടും കൂടി കേട്ടിട്ട് വരാം. അമ്പലം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. നിന്നെ പോലുള്ള തീവ്രവാദികൾക്കും മതക്കും ചൊറിഞ്ഞു കളിക്കാനുള്ളതല്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു വനിതയാണ്, ഒരു BJPയുടെ ഒരു വനിതയാണ്. ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ സംസ്കാരത്തിലെ മദ്രസകളിൽ തീവ്രവാദം പറഞ്ഞു കൊടുത്ത് മദ്രസയിൽ വരുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചിരുന്ന നിന്നെ
നിന്റെ ഈ സംസ്കാരത്തെ ആദ്യം മാറ്റണം. മദ്രസയാട്ടണ്ട. ബി ജെ പിക്കാർ ആട്ടം നിനക്ക് കാലമായി തുടങ്ങി. കാരണം ബി ജെ പി ഇപ്പോൾ കോർപ്പറേഷനും പഞ്ചായത്തുകളൊക്കെ പിടിച്ചടക്കിയപ്പോൾ മനസ്സിലായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളും പല എംഎൽഎയും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ തന്റെ കൈ ഊടായിപ്പം ഇമ്മാതിരി തൈയുടെ പരിപാടി നിർത്തലാക്കുന്നു. കാരണം ഇന്ത്യ ഭരിക്കുന്നത് RSS ബി ജെ പി ആണ്. അവിടെ ഒരു തീവ്രവാദത്തെ വളർത്തുന്നില്ല, തീവ്രവാദ ശക്തികളെ വളർത്തുന്നില്ല. താനൊക്കെ തന്റെ മറ്റേ വർഗ്ഗത്തിലുള്ള ടീമുകളും മതമാണ് വലുത് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ തന്റെ വീട്ടിൽ മദ്രസയും പള്ളികളും നിന്ന് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ മതം തന്നെയാണ് വലുത്. മതം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ്. ഇതാണ് ഇവന്റെ സംസ്കാരം. ഇത്രയും വൃത്തികെട്ട സംസ്കാരമുള്ള ഇവനാണ് ആ സംസ്കാരത്തോടുകൂടി മാന്യമായിട്ട് വിമർശിച്ച ഉസ്താദിനെ സംസ്കാരം പഠിപ്പിക്കാൻ നോക്കുന്നത്. ഇവനാണ് ഉസ്താദിന്റെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഇവൻ ഇയാളുടെ മാതാപിതാക്കളെ തന്നെയല്ലേ അപമാനിക്കുന്നത്? ഇയാളുടെ മാതാപിതാക്കളുടെ വളർത്തുദോഷം കൊണ്ടല്ലേ ഈ ചങ്ങ ഇത്രമാത്രം വൃത്തികേട് പറയുന്നത്? ഹിന്ദുവിന്റെ പേരും പറഞ്ഞിട്ട്, ഹിന്ദുവിന്റെ സംസ്കാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ വൃത്തികെട്ടവൻ സംസാരിക്കുമ്പോഴല്ല ഹിന്ദുവിന്റെ സംസ്കാരം തന്നെ അപമാനിക്കപ്പെടുകയാണ്. ഒരു സംസ്കാരവും ജീവിതത്തിൽ ഒരു സംസ്കാരവും ഇല്ലാത്ത ഇവനാണ് സംസ്കാരമുള്ളവരെ സംസ്കാരം പഠിപ്പിക്കാൻ നടക്കുന്ന നാറി. പിന്നെ ആ പാവ ഉസ്താദിനെ തീവ്രവാദി എന്ന് വിളിച്ച നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഹിന്ദുത്വ തീവ്രവാദികളുടെയും ഒരുത്തന്റെയും വകയില്ല കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും എല്ലാ അമ്പലങ്ങളും. ആ അമ്പലങ്ങളൊന്നും നിന്നെപ്പോലത്തെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് തീരെഴുതി തന്നിട്ടില്ല കേട്ടോ ചാണകസംഖി. പിന്നെ നീ പറഞ്ഞ് ഇന്ത്യ എന്നുള്ളത് ഹിന്ദു രാഷ്ട്രമാണെന്ന്. നീ ആദ്യം ഉണ്ടല്ല ഹിന്ദു എന്നുള്ള വാക്ക് വിളിച്ചത് ആരാണെന്ന് ഒന്ന് പോയി അന്വേഷിച്ച് നോക്കണം കേട്ടാ. ഹിന്ദു എന്ന വാക്ക് പോലും മുസ്ലിങ്ങൾ തന്ന സംഭാവന കേട്ടാ. അതിനെപ്പറ്റിയൊക്കെ നിനക്ക് മനസ്സിലാണെങ്കിൽ, നിന്നെ പഠിപ്പിക്കണമെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്നെ കൊണ്ടാവൂല. അതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞത്, ഒരു സംഖ്യയെ പഠിപ്പിക്കുന്നതിനെ കാട്ടിയാലത് ഒരു മങ്കിയെ പഠിപ്പിക്കുന്നതാണെന്ന്. പക്ഷെ എന്താണ്, മങ്കീനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ കഴുതേനെ പഠിപ്പിച്ചു കഴിഞ്ഞാലും നിന്നെ പോലത്തെ സംഖ്യനെ പഠിപ്പിക്കാൻ വേണ്ടി ലോകത്ത് ആരെ കൊണ്ടും പറ്റൂല. അതായത് മങ്കിയേക്കാളും കഴുതേക്കാളും താഴെയാണ് നിന്നെ പോലത്തെ സംഖ്യയുടെ സംസ്കാരം. ആ സംസ്കാരം നീ ഇവിടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ടല്ല നീ ഇപ്പൊ നിന്റെ സംസാരത്തിലൂടെ ആരുടെ സംസ്കാരമാണ് ഇല്ലാതാക്കിയെന്നറിയാം. നിന്റെ മാതാപിതാക്കളുടെ സംസ്കാരമാണ്. നിന്റെ മാതാപിതാക്കളെയാണ് നീ ഇവിടെ കടന്ന് ഇത്ര നേരവും തെറി വിളിച്ചത്. അദ്ദേഹം ആ ഉസ്താദ് കാണിച്ചത് അദ്ദേഹത്തിന്റെ സംസ്കാരവും നീ കാണിച്ചത് നിന്റെ സംസ്കാരവും നിന്റെ വീട്ടിലുള്ളവരുടെ സംസ്കാരവുമാണ് കേട്ടോ ചാണകസംഖി. ഇത്രയെങ്കിലും നിന്നോട് സംസ്കാരത്തോടുകൂടി സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിന്റെ DP വെച്ചിട്ട് ദൈവത്തിന് പോലും സഹിക്കാൻ പറ്റാത്ത വൃത്തികേട് പറയുന്ന ഈ വട്ടാവളിയും ചാണകസംഖിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല. എന്തൊക്കെ വൃത്തികേടുകളാണില്ലേ ഈ ദൈവത്തിന്റെ ചിത്രമൊക്കെ വെച്ച് ദൈവത്തിന്റെ ആരാധനയും തലയിൽ കുറിയൊക്കെ തൊട്ട്. ഇവരൊക്കെ ദൈവവിശ്വാസികളാണെങ്കിൽ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കാൻ കഴിയും? ഞാൻ അത് ആലോചിക്കണേ. യഥാർത്ഥ ദൈവവിശ്വാസിക്ക് ഈ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കാൻ കഴിയൂല. നമ്മളെത്രേ ഹിന്ദു സഹോദരങ്ങളെ കാണുന്നുണ്ട്, ഇത്ര മാന്യമായിട്ടാണ് ഓരോ സംസ്കാരം, ഓരോ ഭാഷ, ഓരോ പ്രവൃത്തികളൊക്കെ. പക്ഷേ ഇതൊന്നും യഥാർത്ഥ ദൈവവിശ്വാസിയല്ല. ദൈവവിശ്വാസം എന്താണെന്നുള്ളത് ഈ സംഖ്യ നാരിക്കൊന്നും അറിയില്ല. അത് വേറെ കാര്യം. ഇതൊക്കെ RSS സംഘപരിവാറിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന തീവ്രവാദികൾ മാത്രമാണ് ഇവർ. അത്ര മാത്രം കരുതിയാൽ മതി നമ്മൾ.